മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി PA ജബ്ബാർ ഹാജിയെ സാദിഖ് അലി തങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ ഘട്ടത്തിൽ ജബ്ബാർ ഹാജി തന്നെ നമ്മളൊപ്പം ചേരുന്നു. നേരത്തേക്ക് ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നു എന്നായിരുന്നു പറഞ്ഞത്. ഇപ്പോൾ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. എന്താണ് പാർട്ടി ഏറ്റവും വലിയൊരു വിശ്വാസ്യത എന്നിൽ ഏൽപ്പിച്ചു, ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചു. പാർട്ടിയോട്, മുന്നണി നേതാക്കളോടൊക്കെ എനിക്ക് നന്ദി പറയുകയാണ്. ആദ്യമായിട്ട് ഈ ജില്ലയുടെ ഒരു വലിയ ഉത്തരവാദിത്വം ഏൽപ്പിക്കുമ്പോൾ അതിൻ്റെ ഞാൻ ബോധവാനാണ്. ഏതൊക്കെ രീതിയിൽ ഈ ജില്ലയ്ക്ക് വേണ്ടി, ജില്ലയിലെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയും എന്നുള്ളത് ഞങ്ങൾ എല്ലാവരും കൂടി, ഞാൻ അതിൻ്റെ നേതൃസ്ഥാനത്ത് വന്നാലും ഇതൊരു നല്ല ടീമാണ്. പ്രതിപക്ഷമില്ല എങ്കിലും നല്ലൊരു ടീമാണ് ഞങ്ങൾക്ക് ജില്ലാ പഞ്ചായത്തിലുള്ളത്. തീർച്ചയായിട്ടും ഞങ്ങൾ ആ ഒരു ജനങ്ങൾ അർപ്പിച്ച വിശ്വാസം അനുസരിച്ചുള്ള ഒരു പ്രവർത്തനം നടത്തും. പ്രത്യേകിച്ച് ഈ ജില്ലയിലെ ഏറ്റവും വലിയത് സൗഹൃദ അന്തരീക്ഷമാണ്. എല്ലാവരും അത് പൂർവാപരി ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകും. വികസനവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ ചെയ്യും. പുതിയ കാഴ്ചപ്പാടുകളുണ്ടാവും. എല്ലാ രംഗത്തും, വ്യാവസായിക രംഗത്ത്, ആരോഗ്യ രംഗത്ത്, കാർഷിക രംഗത്ത്, ടൂറിസം രംഗത്തൊക്കെ വലിയ കാഴ്ചപ്പാടുകളുള്ള പ്രവർത്തനം ഉണ്ടാവും. പക്ഷേ സർവോപരി ഞങ്ങളുടെ അധ്യക്ഷൻ, സംസ്ഥാന പ്രസിഡന്റ് തങ്ങൾ പറഞ്ഞത് സൗഹൃദമായൊരു അന്തരീക്ഷത്തിൽ പോകണം. അതിന് തങ്ങൾ തന്നെ ഒരു വലിയ നിർദ്ദേശം വെച്ചത് പ്രതിപക്ഷമില്ല എന്നുള്ളത് കൊണ്ട് 6 മാസമെങ്കിലും കൂടുമ്പോൾ നിങ്ങൾ വികസന സഭ ഉണ്ടാക്കണമെന്നാണ്. അത് അക്ഷരാർത്ഥത്തിൽ നടപ്പാക്കും. ഞാനിപ്പോൾ തന്നെ വരുമ്പോൾ CPM-ന്റെ ജില്ലാ സെക്രട്ടറിയായിട്ട് വിളിച്ച് ഈ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തോട് സംസാരിച്ചു. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, തങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അത് നമുക്ക് 6 മാസം കൂടുമ്പോൾ ആക്കേണ്ട, ഇടയിലും നമുക്ക് കാര്യങ്ങൾ ചർച്ച ചെയ്യാം. നിങ്ങൾ പ്രതിപക്ഷം ഇല്ല എന്നുള്ളത് ഇല്ല, നമുക്ക് കൂടിയിരുന്ന് നമ്മുടെ ജില്ലയുടെ കാര്യങ്ങളിൽ നമുക്ക് നിങ്ങൾ വേണം. അത് അവർ വളരെയേറെ സപ്പോർട്ടാണ് പറഞ്ഞത്. തീർച്ചയായിട്ടും ഞങ്ങളുടെ ഭാഗത്തു നിന്നെല്ലാം ഉണ്ടാവും, ഞങ്ങൾ ചെയ്യും എന്നുള്ളത്. അതുപോലെ പ്രതിപക്ഷം മറ്റു നേതാക്കളൊക്കെ വിളിക്കുന്നുണ്ട്. പ്രതിപക്ഷം ഇല്ലെങ്കിലും സുതാര്യമായ ഭരണം, തീർച്ചയായിട്ടും സുതാര്യമായ ഭരണം. ഞങ്ങൾക്ക് പ്രതിപക്ഷമില്ലാത്തത് ഞങ്ങളെ ഭയപ്പെടുത്തുകയാണ്. കാരണം ഏറ്റവും കൂടുതൽ നന്നായി പ്രവർത്തിക്കണം. അത് ജനങ്ങളുണ്ടല്ലോ പുറത്ത്, ഇതൊക്കെ നോക്കല്ലോ. അതുകൊണ്ട് ആ പ്രവർത്തനം ഞങ്ങൾ ഏറെ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ പ്രതിപക്ഷം ഞങ്ങളുടെ മുന്നിലുണ്ട് എന്നുള്ള, അല്ലെങ്കിൽ പ്രതിപക്ഷ ജനങ്ങളാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രതിപക്ഷം. അത് ഇപ്പോൾ നോക്കണ്ടേ, അത് ആ ബോധ്യത്തോടു കൂടി തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകും. പ്രതിപക്ഷമില്ല എന്നുള്ളത് ഞങ്ങൾക്ക് സംഘടനാപരമായ, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിലൊരു ഇതെന്നല്ലാതെ അതിൽ വലിയ സന്തോഷമൊന്നുമില്ല. സത്യത്തിൽ പ്രതിപക്ഷമുള്ള ഒരു ജനാധിപത്യ പ്രക്രിയയാണല്ലോ നമ്മളതുള്ളത്. എല്ലാവരെയും ചേർത്ത് പിടിച്ച്, തീർച്ചയായിട്ടും എല്ലാവരെയും ചേർത്ത് പിടിച്ച് ജില്ലയുടെ സമഗ്രമായ വികസനത്തിനും പുരോഗതിക്കും, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ സൗഹൃദ അന്തരീക്ഷത്തിനും നിലനിർത്താൻ എല്ലാവരുമായും കൂട്ടുപിടിക്കും. എല്ലാവരുടെയും സഹകരണത്തോടും എല്ലാവരുടെയും ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ സ്വീകരിക്കും. ആദ്യഘട്ടത്തിൽ തന്നെ താങ്കളുടെ പേര് ഉയർന്നു കേട്ടിരുന്നു. അത് പിന്നീട് ഫൈനലായി അവസാന ഘട്ടത്തിലും ആ പേരിലേക്ക് വന്നു. ഇപ്പോൾ പ്രഖ്യാപിച്ചു. പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രതികരണം, വലിയ നല്ല പിൻബലാണ് എനിക്ക് കിട്ടുന്നത്. എല്ലാ ഭാഗത്തുനിന്നും വലിയ സന്തോഷമുണ്ട് എനിക്ക്. അതുകൊണ്ട് തന്നെ എനിക്ക് അതിലേറെ ഒരു പ്രചോദനമുണ്ട്. അതായത് ജനങ്ങളുടെ ഭാഗത്തു നിന്ന് കിട്ടുന്ന ഈ സ്വീകാര്യത, അത് എല്ലാ വിഭാഗങ്ങളും ഉണ്ട്. എന്നെ എത്രയോ ആളുകൾ, മറ്റിതര പാർട്ടികൾ എന്നെ വിളിച്ചു, പിന്തുണ തന്നു. അതുമല്ല, നേരത്തെ ഇപ്പം പ്രഖ്യാപിക്കാൻ മുമ്പ് തന്നെ ഞാനാണ് എന്നുള്ളൊരു മെസ്സേജ് വന്നപ്പോഴേക്ക് തന്നെ പല ആളുകളും എന്നെ വിളിച്ച്, മറ്റിതര പാർട്ടിക്കാർ, മറ്റിതര സമുദായ മതസംഘടനകളുടെ നേതാക്കൾ, അവരൊക്കെ പിന്തുണ, നിങ്ങൾ വരണം എന്നൊക്കെ പറയുന്നുള്ള, ഞാൻ ഔദ്യോഗികമായി പാർട്ടിയുടെ ഒരു പ്രഖ്യാപനം തന്നെയാണ്. അതാണല്ലോ മലപ്പുറം ജില്ല പോലുള്ള ജില്ലയിൽ പാർട്ടിക്ക് ഏറ്റവും അധികം അനുയോജ്യരായ ആളുകളുടെ നിര തന്നെ ഇവിടെ ഉണ്ട്. അപ്പം അതിൽ നിന്ന് പാർട്ടി തെരഞ്ഞെടുക്കുന്ന, ഞങ്ങൾ ഈ തെരഞ്ഞെടുക്കപ്പെട്ട ആളുകളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട, മറ്റുള്ളവരൊക്കെ യോഗ്യരായ ആളുകൾ എന്നെപ്പോലെ എൻ്റെ സഹപ്രവർത്തകരായിട്ടുണ്ട്. അവരൊക്കെ നല്ല യോഗ്യതയുള്ള, നല്ല കഴിവുള്ള ആളുകളാണ്. ആ ആളുകളുടെ ഒക്കെ സേവനം, ഞങ്ങളൊരു ടീമായിട്ടാണ് വർക്ക് ചെയ്യുക. ഇതിനൊരു പ്രസിഡന്റ് എന്നുള്ള പേരുള്ളൂ. പക്ഷെ ഞങ്ങളെല്ലാവരും ഒരു ടീമായി ഒരു ലക്ഷ്യസ്ഥാനത്തേക്കുള്ള ഒരു മുന്നേറ്റം ഉണ്ടാവും. ഏതായാലും തീർച്ചയായിട്ടും പ്രതിപക്ഷമില്ലെങ്കിലും സുതാര്യമായ ഭരണമായിരിക്കും. അതോടൊപ്പം തന്നെ എല്ലാവരെയും ചേർത്ത് നിർത്തി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് പുതിയ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PA ജബ്ബാർ ഹാജി പ്രതികരിക്കുന്നത്. അനുരൂപിച്ചിക്കോടിനൊപ്പം ജംഷീർ കൊടിഞ്ഞി, മീഡിയ 1 മലപ്പുറം.